ഹായ് മക്കളെ, ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആക്കുന്ന അടിപൊളി ക്വസ്റ്റ്യൻ നിങ്ങൾ മുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നോക്കുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് 12 ഓം ആണ്. അതിൽ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന കറണ്ട് 3 മില്ലി ആംപിയർ ആണ്. ഇതിനെ നമ്മൾ ഗാൽവനോമീറ്റർ ആക്കി ഇതിനെ നമ്മൾ വോൾട്ട്മീറ്ററായി കൺവേർട്ട് ചെയ്യുന്നു. 18 വോൾട്ട് മെഷർ ചെയ്യേണ്ട ഒരു വോൾട്ട്മീറ്റർ ആക്കിയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഗാൽവനോമീറ്റർ വോൾട്ട്മീറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസിനെ നിങ്ങൾ സീരീസ് ആയിട്ട് തന്നെയാണ് കണക്ട് ചെയ്യണം. ഇനി നമുക്കറിയാം അടുത്ത റെസിസ്റ്റൻസിന്റെ വാല്യൂയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം R ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്യുക. V/IG മൈനസ് എന്താണ് G. ഈ ഒരു ഇക്വേഷൻ ആണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് 18 വോൾട്ട് ആണ്. വോൾട്ട്മീറ്ററായി കൺവേർട്ട് ചെയ്യും മെഷർ ചെയ്യേണ്ട വോൾട്ടേജ് 18 വോൾട്ട് ആണ്. 18 വോൾട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മെഷർ ചെയ്യേണ്ട വോൾട്ടേജ്. ഗാൽവനോമീറ്ററിനകത്തോട്ട് പോകുന്ന കറണ്ട് തന്നിട്ടുണ്ട് 3 മില്ലി ആംപിയർ ആണ്. അപ്പോൾ ഗാൽവനോമീറ്ററിനകത്തോട്ട് പോകുന്ന കറണ്ട് 3 മില്ലി ആംപിയർ കറണ്ട് ആണ് ഗാൽവനോമീറ്ററിനകത്തോട്ട് പോകുന്നത്. അപ്പം നമുക്ക് IG വാല്യൂ 3 × 10⁻³ എന്ന് കൊടുക്കാം. ഇനി ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് 12 ഓം എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. മൈനസ് എന്താണ് 12 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് വെട്ടിക്കളഞ്ഞ് നമുക്ക് 6 എന്ന് കിട്ടും. അപ്പോൾ 6 × 10⁻³ - 12. ഇതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കിട്ടും. 6000 - 12 എന്താണെന്ന് കിട്ടിയെന്ന് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഈ ക്വസ്റ്റ്യൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.